എല്ലാവർക്കും SR ക്രിയേഷൻസിൻ്റെ വീഡിയോ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത് 10ാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രം സെക്കൻഡിലെ ഒന്നാമത്തെ പാഠമാണ്. പാഠത്തിൻ്റെ പേര് ഋതുഭേദങ്ങളും സമയവും. അപ്പോൾ പാഠത്തിലോട്ട് നമുക്ക് കിടക്കാം. ഋതുഭേദങ്ങളും സമയവും. മഞ്ഞ് മൂടുന്ന കാലമാണ് ശൈത്യകാലം. ശൈത്യകാലം കഴിയുമ്പോൾ ഇലകളും പൂക്കളുമൊക്കെയായി വസന്തകാലം വന്നണയുന്നു. വസന്തകാലം കഴിയുമ്പോൾ വേനൽക്കാലം വന്നെത്തുന്നു. വേനൽക്കാലം കഴിയുമ്പോൾ കനത്ത ചൂടിൽ നിന്നും മഴക്കാലത്തിലേക്ക് വന്നെത്തുന്നു. മഴക്കാലം കഴിയുമ്പോൾ പിന്നെയും വൃക്ഷങ്ങളുടെ എല്ലാം ഇലകൾ കൊഴിഞ്ഞ് അടുത്തും ശൈത്യകാലത്തിലേക്ക് വരുന്നു. ഇങ്ങനെ ഓരോ വർഷവും ഋതുഭേദങ്ങൾ മാറി വരുന്നത് നമുക്കറിയാമല്ലോ. ഇതെന്തുകൊണ്ടാണ് ഋതുഭേദങ്ങൾ മാറി വരുന്നതെന്നും സമയങ്ങളുടെ മാറ്റവും നാം ഈ പാഠത്തിലൂടെ പഠിക്കുകയാണ്. ഋതുഭേദങ്ങൾ എന്തുകൊണ്ട്? സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ കാരണമാണ് വ്യത്യസ്തമായ ഋതുക്കൾ ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നത്? അതിന് കാരണം ഭൂമിയുടെ പരിക്രമണവും അച്ചുതണ്ടിൻ്റെ ചരിവുമാണ് സൗരോർജ്ജ ലഭ്യതയിലുള്ള ഏറ്റക്കുറച്ചിലുകൾക്ക് കാരണമാകുന്നത്. ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെയാണ് ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നത്. ഇതിനെ പരിക്രമണം എന്ന് പറയുന്നു. എന്താണ് പരിക്രമണം അഥവാ റെവല്യൂഷൻ? ദീർഘവൃത്താകൃതിയിലുള്ള സഞ്ചാരപഥത്തിലൂടെ ഭൂമി സൂര്യനെ വലം വയ്ക്കുന്നതിനെ പരിക്രമണം എന്ന് വിളിക്കുന്നു. ഭൂമിയുടെ അച്ചുതണ്ടിന് പരിക്രമണ തലത്തിൽ 66 ഡിഗ്രി ചരിവുണ്ട്. ലംബതലത്തിൽ നിന്ന് നോക്കിയാൽ 23.5 ഡിഗ്രി ചരിവുണ്ട്. ഇതിനെ അച്ചുതണ്ടിൻ്റെ സമാന്തരത എന്ന് വിളിക്കുന്നു. അടുത്ത നമുക്ക് 3 ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. ഭൂമിയിലെ 2 അർദ്ധഗോളങ്ങളിലുള്ള വ്യത്യസ്ത പ്രദേശങ്ങളിലെ സൗരോർജ്ജ ലഭ്യതയിൽ കാലികമായ വ്യത്യാസം അനുഭവപ്പെടുന്നതായി നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം? ഭൂമിയുടെ 2 അർദ്ധഗോളങ്ങളിലും വ്യത്യസ്തമായ സൗരോർജ്ജ ലഭ്യതയാണോ? അതെ, വ്യത്യസ്തമായതാണ്. കാരണം എന്താണ്? സൂര്യനെ ചുറ്റിയുള്ള ഭൂമിയുടെ പരിക്രമണമാണ് അതിന് കാരണം. അതുപോലെ ഭൂമിയുടെ ഗോളാകൃതി, അച്ചുതണ്ടിൻ്റെ ചരിവ്, അച്ചുതണ്ടിൻ്റെ സമാന്തരത, ഇതൊക്കെയാണ് ഭൂമിയിലെ 2 അർദ്ധഗോളങ്ങളിലുമുള്ള വ്യത്യസ്ത പ്രദേശങ്ങളിലെ സൗരോർജ്ജ ലഭ്യതയിൽ കാലികമായ വ്യത്യാസം അനുഭവപ്പെടാൻ കാരണം. അടുത്ത ചോദ്യം, ഭൂമിക്ക് ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ വേണ്ട കാലയളവ് എത്ര? 365 ദിവസവും 6 മണിക്കൂർ. എന്താണ് അതിവർഷം? ഭൂമിക്ക് ഒരു പരിക്രമണം പൂർത്തിയാക്കാൻ വേണ്ട സമയം 365 ദിവസവും 6 മണിക്കൂറുമാണ്. ഇതിൽ 365 ദിവസങ്ങളെ ഉൾപ്പെടുത്തി സാധാരണ വർഷം രൂപപ്പെടുത്തുന്നു. ശിഷ്ടം വരുന്ന 6 മണിക്കൂർ തുടർച്ചയായ 4 വർഷത്തിൽ ഫെബ്രുവരിയിൽ ചേർത്ത് 366 ദിവസമുള്ള അതിവർഷം രൂപപ്പെടുത്തുന്നു. അപ്പോൾ എന്താണ് അതിവർഷം എന്ന് മനസ്സിലായല്ലോ. അടുത്ത് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കുന്നു. സൂര്യപ്രകാശം ഭൂമിയിലേക്ക് പതിക്കുമ്പോൾ ഉത്തര ധ്രുവത്തിൽ പകലെങ്കിൽ ദക്ഷിണ ധ്രുവത്തിൽ എന്തായിരിക്കും? അതേസമയം രാത്രിയായി അനുഭവപ്പെടും. സൂര്യപ്രകാശം ഇവിടെ നിന്ന് ലഭിക്കുമ്പോൾ ഈ ഭാഗം ഉത്തര ധ്രുവത്തിൽ പകലും ദക്ഷിണ ധ്രുവത്തിൽ രാത്രിയും അനുഭവപ്പെടും. ഒരേ സമയം ഭൂമിയുടെ 2 വശങ്ങളിലും സൗരോർജ്ജ ലഭ്യത വ്യത്യസ്തമാണ്. ഇവിടെ പകലായിരിക്കും സൗരോർജ്ജ ലഭ്യത ഉണ്ട്, ഇവിടെ സൗരോർജ്ജം ലഭ്യമാകുന്നില്ല, രാത്രിയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത് നമുക്ക് നോക്കാം. സൂര്യനും ഭൂമിയും അടുത്തും അകന്നും. ഇവിടെ ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിവസവും ഏറ്റവും അകലെ വരുന്ന ദിവസവുമാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. ഭൂമി സൂര്യന് ഏറ്റവും അടുത്ത് വരുന്ന ദിവസത്തെ സൂര്യ സമീപകമെന്നും സൂര്യൻ ഏറ്റവും അകലെ വരുന്ന ദിവസത്തെ സൂര്യോച്ഛം എന്നും പറയുന്നു. ജനുവരി 3-ന് ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തായിരിക്കും സ്ഥിതി ചെയ്യുന്നത്. ഈ ദിവസത്തെ സൂര്യ സമീപകം എന്ന് പറയുന്നു. ജൂലൈ 4-ന് ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലെയായിരിക്കും. ഇത് സൂര്യോച്ഛം എന്ന് പറയുന്നു. ഇവിടെ നാം 2 കാര്യങ്ങൾ പഠിച്ചു. സൂര്യ സമീപ ദിനം എന്നാണ് സൂര്യ സമീപ ദിനം. സൂര്യവിദൂര ദിനം എന്നാണ് ജൂലൈ 4. സൂര്യവിദൂര ദിനം ജൂലൈ 4. എന്താണ് സൂര്യവിദൂര ദിനം? ഭൂമി സൂര്യനിൽ നിന്നും ഏറ്റവും അകലെ വരുന്ന ദിവസമാണ് സൂര്യവിദൂര ദിനം. സൂര്യ സമീപ ദിനം സൂര്യൻ ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുന്ന ദിവസമാണ് സൂര്യ സമീപ ദിനം. അപ്പോൾ ഇവിടെ നിന്നും 2 കാര്യങ്ങൾ പഠിച്ചു. അടുത്ത് നമുക്ക് നോക്കാം. ഇവിടെ ചിത്രത്തിൽ നിന്ന് ഭൂമിയിലെ ഏതൊക്കെ ഭാഗത്തായിരിക്കും സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യത എന്ന് കണ്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ അച്ചുതണ്ടിൻ്റെ ചരിവ് പരിക്രമണ വേളയിലുടനീളം ഒരുപോലെ തന്നെ നിലനിർത്തുന്നു. സൂര്യൻ്റെ ആവിശേഷ സ്ഥാനം ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിൽ മാറിക്കൊണ്ടിരിക്കുന്നു. ഇതിനെ സൂര്യായനം എന്ന് പറയുന്നു. സൂര്യായനമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്.
നാം ആദ്യത്തെ ചിത്രത്തിൽ നിന്ന് കണ്ടു കഴിഞ്ഞു. സൂര്യായനമാണ് ഭൂമിയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നത്. കഴിഞ്ഞ ചിത്രത്തിൽ നാം കണ്ടു കഴിഞ്ഞു സൂര്യൻ്റെ അയനവും ഋതുക്കളും. 4 ഋതുക്കൾ നാം കണ്ടു കഴിഞ്ഞു. സൂര്യൻ്റെ അയനം മുഖാന്തരം 4ആയി ഋതുക്കളെ തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ ഋതുക്കളാണ്? വസന്തകാലം, ഗ്രീഷ്മകാലം, ഹേമന്തകാലം, ശൈത്യകാലം. ഇവ ഓരോ വർഷവും ആവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ ഒരു വർഷത്തിൽ മുഴുവനും വൻതോതിൽ സൂര്യപ്രകാശം അനുഭവപ്പെടുന്ന ഋതുഭേദങ്ങൾ പ്രകടമായി അനുഭവപ്പെടാറില്ല. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ എന്ത് ചെയ്യില്ല? ഋതുഭേദങ്ങൾ അനുഭവപ്പെടാറില്ല. കേരളത്തിൽ ഋതുഭേദങ്ങൾ വ്യക്തമായി അനുഭവപ്പെടാത്തതിനുള്ള കാരണം മിതോഷ്ണ മേഖലാ പ്രദേശങ്ങൾ അഥവാ മധ്യ അക്ഷാംശ മേഖലയിലാണ് എല്ലാ ഋതുക്കളുടെയും സവിശേഷതകൾ വ്യക്തമായി അനുഭവപ്പെടുന്നത്. നമ്മൾ കേരളം മധ്യ അക്ഷാംശത്തിലല്ല, അതിനാൽ എല്ലാ ഋതുക്കളും വ്യക്തമായി അനുഭവപ്പെടാറില്ല. അതുപോലെ ശൈത്യമേഖലാ പ്രദേശങ്ങളും എല്ലാ ഋതുക്കളും വ്യക്തമായി അനുഭവപ്പെടുന്നില്ല. കാരണം മധ്യ അക്ഷാംശ മേഖലയിലാണ് എല്ലാ ഋതുക്കളും വ്യക്തമായി അനുഭവപ്പെടുന്നത്. ഇവിടെ നമുക്ക് കാണാം സൂര്യപ്രകാശത്തിൻ്റെ ഓരോ ഭാഗത്തുമുള്ള ലഭ്യത. ഇവിടെ സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് ഋതുക്കളുടെ വ്യത്യാസവും ഉണ്ടാകുന്നു. സൂര്യൻ ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലാകുന്നത് മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിനങ്ങളിലാണ്. ഈ ദിവസങ്ങളിൽ 2 അർദ്ധഗോളങ്ങളിലും രാത്രിയും പകലും തുല്യ ദൈർഘ്യമായിരിക്കും. ഈ ദിവസങ്ങളെ സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്ന് പറയുന്നു. എന്താണ് സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ? 2 അർദ്ധഗോളങ്ങളിലും രാത്രിയുടെയും പകലിൻ്റെയും ദൈർഘ്യം തുല്യമായി വരുന്ന ദിവസങ്ങളെ സമരാത്ര ദിനങ്ങൾ അഥവാ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നു. ഓർത്തിരിക്കുക. ഏതൊക്കെ ദിവസങ്ങളാണിത്? അതെ, മാർച്ച് 21, സെപ്റ്റംബർ 23. മാർച്ച് 21 മുതൽ മധ്യരേഖയിൽ നിന്ന് വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിവസത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്തം എന്ന് വിളിക്കുന്നു. എന്താണ് ഗ്രീഷ്മ അയനാന്തം? മാർച്ച് 21 മുതൽ മധ്യരേഖയിൽ നിന്നും വടക്കോട്ട് അയനം ചെയ്ത് ജൂൺ 21 സൂര്യൻ ഉത്തരായന രേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിവസത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മ അയനാന്തം എന്ന് വിളിക്കുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ദൈർഘ്യമുള്ള പകലും ഏറ്റവും ഹ്രസ്വമായ രാത്രിയും അനുഭവപ്പെടുന്നത് ഈ ദിവസമാണ്. ജൂൺ 21 ദക്ഷിണാർദ്ധഗോളത്തിൽ രാത്രി പകലുകൾക്ക് എന്താണ് പ്രത്യേകത? ദൈർഘ്യമേറിയ പകലും ഹ്രസ്വമായ രാത്രിയും ആയിരിക്കും. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ പൊതുവെ വസന്തകാലമായിരിക്കും. ശൈത്യകാലത്തിൽ നിന്നും വേനൽക്കാലത്തിലേക്കുള്ള മാറ്റത്തിൻ്റെ കാലമാണിത്. ചെടികൾ തളിർക്കുന്നതും പുഷ്പിക്കുന്നതും മാവ് പൂക്കുന്നതും പ്ലാവിൽ ചക്കയുണ്ടാകുന്നതുമൊക്കെ ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. ജൂൺ 21 മുതൽ ഉത്തരായന രേഖയിൽ നിന്നും സൂര്യൻ തെക്കോട്ട് അയനം ചെയ്ത് സെപ്റ്റംബർ 23 വീണ്ടും ഭൂമധ്യരേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ കാലയളവിലാണ് ഉത്തരാർദ്ധഗോളത്തിൽ വേനൽക്കാലം അനുഭവപ്പെടുന്നത്. തുടർന്ന് സെപ്റ്റംബർ 23 മുതൽ മധ്യരേഖയിൽ നിന്നും തെക്കോട്ട് അയനം ചെയ്ത് ഡിസംബർ 22 ദക്ഷിണാരേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിവസത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യ അയനാന്തമെന്നും വിളിക്കുന്നു. സെപ്റ്റംബർ 23 മുതൽ മധ്യരേഖയിൽ നിന്ന് തെക്കോട്ട് അയനം ചെയ്ത് ഡിസംബർ 22 ദക്ഷിണരേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ ദിവസത്തെ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യ അയനാന്തമെന്ന് വിളിക്കുന്നു. ഈ ദിവസം ഉത്തരാർദ്ധഗോളത്തിൽ ഏറ്റവും ഹ്രസ്വമായ പകലും ഏറ്റവും ദീർഘമായ രാത്രിയും അനുഭവപ്പെടും. അത് കഴിയുമ്പോൾ സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലമാണ്. അതേസമയം സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലമായിരിക്കും. ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലമായിരിക്കുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ ഏത് കാലമായിരിക്കും? ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലമായിരിക്കുമ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തമായിരിക്കും. ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ നിന്നും വടക്കോട്ട് അയനം ആരംഭിക്കുന്ന സൂര്യൻ മാർച്ച് 21 വീണ്ടും മധ്യരേഖയ്ക്ക് മുകളിലെത്തുന്നു. ഈ കാലയളവാണ് ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യകാലമെന്ന് പറയുന്നത്. ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ നിന്നും വടക്കോട്ട് അയനം ആരംഭിച്ച് മാർച്ച് 21 മധ്യരേഖയ്ക്ക് നേർമുകളിലെത്തുന്നു. ഈ കാലയളവാണ് ഉത്തരാർദ്ധഗോളത്തിലെ ശൈത്യകാലമെന്ന് പറയുന്നത്. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഭൂമധ്യരേഖയിൽ നിന്ന് ഉത്തരായന രേഖയിലേക്ക് ഋതുക്കൾ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തകാലമായിരിക്കും, ദക്ഷിണാർദ്ധഗോളത്തിൽ അതേസമയം ഹേമന്തമായിരിക്കും. ഇനി ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ ഉത്തരായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്ക് ഋതുക്കൾ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യകാലവുമായിരിക്കും. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഭൂമധ്യരേഖയിൽ നിന്ന് ദക്ഷിണായന രേഖയിലേക്കായിരിക്കും അയനം സംഭവിക്കുന്നത്. ഋതുക്കൾ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തവും ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലവുമായിരിക്കും.
അടുത്ത് ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ദക്ഷിണായന രേഖയിൽ നിന്ന് ഭൂമധ്യരേഖയിലേക്കായിരിക്കും സൂര്യൻ്റെ അയനം സംഭവിക്കുന്നത്. ഋതുക്കൾ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഗ്രീഷ്മവും ആയിരിക്കും. ഈ ഒരു പട്ടിക ഓർത്തിരിക്കുക. ഈ പട്ടികയിൽ നിന്ന് ഇതുവരെ പഠിച്ച മുഴുവൻ കാര്യങ്ങളും ഓർത്തിരിക്കുവാനായിട്ട് കഴിയും. അല്പം ടഫായിട്ട് തോന്നും, പക്ഷേ ഈ ഒരു പട്ടികയിൽ നിന്നും എല്ലാ കാര്യങ്ങളും വളരെ ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ കഴിയും. അതായത് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ വസന്തവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഹേമന്തകാലവുമായിരിക്കും. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ഗ്രീഷ്മവും ദക്ഷിണാർദ്ധഗോളത്തിൽ ശൈത്യകാലവുമാണ്. സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ഹേമന്തകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ വസന്തകാലവുമായിരിക്കും. ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ഉത്തരാർദ്ധഗോളത്തിൽ ശൈത്യകാലവും ദക്ഷിണാർദ്ധഗോളത്തിൽ ഗ്രീഷ്മകാലവും ആയിരിക്കും. ഇത് പിന്നെയും ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ഒരു പട്ടിക ഓർത്തിരിക്കുക. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ പ്രധാനമായി 6ആയി തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വസന്തകാലം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ, ഗ്രീഷ്മകാലം മെയ് ജൂൺ മാസങ്ങളിൽ, വർഷകാലം ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾ, ശരത്കാലം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങൾ, ഹേമന്തകാലം നവംബർ ഡിസംബർ മാസങ്ങൾ, ശിശിരകാലം ജനുവരി ഫെബ്രുവരി മാസങ്ങൾ. ഇന്ത്യയിലെ പരമ്പരാഗത ഋതുക്കളെ 6ആയി തിരിച്ചിട്ടുണ്ട്. അടുത്തൊരു ചോദ്യമാണ്, ശൈത്യകാലത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? ശൈത്യ അയനാന്ത ദിനം ഡിസംബർ 22-നാണ് അനുഭവപ്പെടുന്നത്. ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ രാത്രിയും ദൈർഘ്യം കുറഞ്ഞ പകലും അനുഭവപ്പെടുന്നു. ദക്ഷിണാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകലും ദൈർഘ്യം കുറഞ്ഞ രാത്രിയും അനുഭവപ്പെടുന്നു. ഉത്തരായനവും ദക്ഷിണായനവും. ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ഉത്തരായനം എന്ന് വിളിക്കുന്നു. ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ഉത്തരായനം എന്ന് വിളിക്കുന്നു. ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ദക്ഷിണായനം എന്നും വിളിക്കുന്നു. എന്താണ് ഉത്തരായനം? ദക്ഷിണായന രേഖയിൽ നിന്നും ഉത്തരായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ഉത്തരായനം എന്ന് വിളിക്കുന്നു. ഉത്തരായന രേഖയിൽ നിന്നും ദക്ഷിണായന രേഖയിലേക്കുള്ള സൂര്യൻ്റെ അയനത്തെ ദക്ഷിണായനം എന്നും വിളിക്കുന്നു. ദക്ഷിണായന കാലത്ത് ഉത്തരാർദ്ധഗോളത്തിലെ പകലുകൾക്ക് എന്ത് മാറ്റമാണ് ഉണ്ടാകുക? പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞു വരുന്നു. അടുത്ത ചോദ്യം, സൂര്യൻ യഥാക്രമം ഉത്തരാർദ്ധഗോളത്തിലും ദക്ഷിണാർദ്ധഗോളത്തിലുമായിരിക്കെ ദക്ഷിണ ധ്രുവ പ്രദേശങ്ങളിൽ രാത്രി പകലുകളുടെ ദൈർഘ്യം എപ്രകാരമായിരിക്കും? അന്റാർട്ടിക് വൃത്തം മുതൽ ആർട്ടിക് ധ്രുവം വരെ പകലിൻ്റെ ദൈർഘ്യം കൂടുതലായിരിക്കും. ദക്ഷിണ ധ്രുവത്തിൽ 6 മാസം പകലായിരിക്കും. ഭ്രമണവും സമയനിർണയവും. ക്ലോക്ക് നോക്കിയപ്പോൾ മണി 12 തന്നെ. വാച്ചിലെ സമയം 5.5 മണിക്കൂർ പിന്നോട്ട് തിരിച്ചു വയ്ക്കണമെന്ന് എയർ ഹോസ്റ്റസ് അറിവ് തന്നു. അപ്പോൾ ഞങ്ങളുടെ വാച്ചിലെ ഇന്ത്യൻ സമയം 5:30 ആയിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയത്തെ വിഴുങ്ങിക്കൊണ്ടാണ് വിമാനം പടിഞ്ഞാറോട്ട് പറക്കുന്നത്. അതിനനുസരിച്ച് കൂടെ ഞങ്ങളുടെ വാച്ചിലെ സൂചിയും പിന്നോക്കം തിരിച്ചു വയ്ക്കേണ്ടി വന്നു. പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എസ്.കെ. പൊറ്റക്കാട്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ പാതിരാ സൂര്യൻ്റെ നാട്ടിൽ എന്ന യാത്രാവിവരണത്തിലെ ഒരു ഭാഗമാണ് നാം കേട്ടത്. ഓരോ സ്ഥലങ്ങളിലും സമയവ്യത്യാസം അനുഭവപ്പെടുന്നുവെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമുക്ക് നോക്കാം. സൂര്യപ്രകാശം സൃഷ്ടിക്കുന്ന നിഴലിനെ അടിസ്ഥാനമാക്കിയായിരുന്നു ആദ്യകാലങ്ങളിൽ സമയം നിർണ്ണയിച്ചിരുന്നത്. തലയ്ക്ക് മുകളിലായി സൂര്യൻ എത്തുന്നത് ഉച്ചയ്ക്ക് 12 മണിയെന്ന് കണക്കാക്കുന്നു. ഓരോ സ്ഥലത്തും ഇപ്രകാരം സൂര്യൻ്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണ്ണയിക്കുന്ന സമയത്തെയാണ് പ്രാദേശിക സമയം അഥവാ ലോക്കൽ ടൈം എന്ന് പറയുന്നത്. എന്താണ് പ്രാദേശിക സമയം? തലയ്ക്ക് മുകളിൽ സൂര്യൻ എത്തുന്നത് ഉച്ചയ്ക്ക് 12 മണിയെന്ന് കണക്കാക്കുന്നു. ഓരോ സ്ഥലത്തും ഇപ്രകാരം സൂര്യൻ്റെ സ്ഥാനത്തെ ആധാരമാക്കി നിർണ്ണയിക്കുന്ന സമയമാണ് പ്രാദേശിക സമയം. പാതിരാ സൂര്യൻ. അർദ്ധരാത്രിയിലും സൂര്യൻ ഒരു ദിവസമല്ല 6 മാസക്കാലത്തോളം ആർട്ടിക് വൃത്തത്തിലും അന്റാർട്ടിക് വൃത്തത്തിലും പകലായിരിക്കും. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും ഒരേ പ്രാദേശിക സമയം ആയിരിക്കുമോ? സൂര്യൻ്റെ ഉച്ചനിലയെ അടിസ്ഥാനമാക്കിയാണ് ഓരോ പ്രദേശത്തെയും പ്രാദേശിക സമയം കണക്കാക്കുന്നത്. ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തിലും സൂര്യൻ്റെ ഉച്ചനില ഒരേ സമയത്തായിരിക്കില്ല. അതുകൊണ്ട് തന്നെ പ്രാദേശിക സമയവും വ്യത്യസ്തമായിരിക്കും. പരിക്രമണത്തോടൊപ്പം ഭൂമി സ്വന്തം അച്ചുതണ്ടിനെ ആധാരമാക്കി ഭ്രമണം ചെയ്യുന്നുവെന്ന് നാം പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായാണ് രാത്രിയും പകലും ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാമല്ലോ. ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ഇങ്ങോട്ടാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ എടുക്കുന്ന സമയം 24 മണിക്കൂർ. ഭ്രമണം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടായതിനാൽ സൂര്യോദയം കിഴക്ക് ആയിരിക്കും. ഇന്ത്യയിൽ ഉദയസൂര്യനെ ആദ്യം കാണുന്നത് ഏത് സംസ്ഥാനത്തുള്ളവരായിരിക്കും?
ഭൂമി ഭ്രമണം ചെയ്യുന്നത് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. ആയതിനാൽ സൂര്യ ഉദയം ആദ്യം കാണുന്നത് കിഴക്കാണ്. സൂര്യാസ്തമനം കാണപ്പെടുന്നത് പടിഞ്ഞാറുമാണ്. തന്മൂലം ഇന്ത്യയിൽ ഉദയസൂര്യനെ ആദ്യം കാണുന്നത് കിഴക്ക് സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലുള്ളവരായിരിക്കും. ഭൂമിയുടെ കോണളവും 360 ഡിഗ്രി ആണല്ലോ. ഓരോ ഡിഗ്രി കോണളവിലും ഒരു രേഖാംശം വീതം വരച്ചാൽ 360 രേഖാംശ രേഖകൾ ലഭിക്കും. 360 ഡിഗ്രി തിരിയാൻ ഭൂമിക്ക് വേണ്ടത് 24 മണിക്കൂറാണ്. 24 മണിക്കൂറിനെ മിനിറ്റിലേക്ക് മാറ്റിയാൽ 1440 മിനിറ്റ്. അതായത് 360 ഡിഗ്രി തിരിയാൻ വേണ്ട സമയം 1440 മിനിറ്റാണ്. ഒരു ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയാൻ ഭൂമിക്ക് വേണ്ട സമയം 4 മിനിറ്റാണ്. 15 ഡിഗ്രി രേഖാംശ പ്രദേശം തിരിയുമ്പോൾ 1 മണിക്കൂർ സമയ വ്യത്യാസമുണ്ടാകുന്നു. അതായത് 1 മണിക്കൂറിൽ ഭൂമിയുടെ 15 ഡിഗ്രി രേഖാംശ രേഖാ പ്രദേശമാണ് സൂര്യൻ്റെ മുന്നിലൂടെ കടന്നു പോകുന്നത്. ഗ്രീനിച്ച് സമയവും സമയമേഖലയും. ഗ്രീനിച്ച് സമയവും സമയമേഖലയും. 0 ഡിഗ്രി രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ എന്നറിയപ്പെടുന്നു. എന്താണ് ഗ്രീനിച്ച് രേഖ? 0 ഡിഗ്രി രേഖാംശ രേഖയെ ഗ്രീനിച്ച് രേഖ എന്ന് അറിയപ്പെടുന്നു. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് എവിടെയുമുള്ള സമയം നിർണ്ണയിക്കുന്നത്. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെവിടെയുമുള്ള സമയം നിർണ്ണയിക്കുന്നത്. അതിനാൽ ഗ്രീനിച്ച് രേഖയെ പ്രൈം മെറിഡിയൻ എന്ന് വിളിക്കുന്നു. എന്താണ് പ്രൈം മെറിഡിയൻ? ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്തെവിടെയുമുള്ള സമയം നിർണ്ണയിക്കുന്നത്. അതിനാൽ പ്രൈം മെറിഡിയൻ എന്നും വിളിക്കുന്നു. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയം എന്ന് പറയുന്നു. ഗ്രീനിച്ച് രേഖയിലെ പ്രാദേശിക സമയത്തെ ഗ്രീനിച്ച് സമയമെന്ന് പറയുന്നു. ഓരോ സമയമേഖലയും എത്ര ഡിഗ്രി രേഖാംശ വ്യത്യാസത്തിലായിരിക്കും സ്ഥിതി ചെയ്യുന്നത്? ഓരോ സമയമേഖലയിലും 15 ഡിഗ്രി രേഖാംശ വ്യാപ്തിയിൽ സ്ഥിതി ചെയ്യുന്നു. സ്റ്റാൻഡേർഡ് സമയം. മധ്യത്തിലൂടെ കടന്നുപോകുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശയായി പരിഗണിക്കുന്നു. മാനക രേഖാംശയിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിൻ്റെ മാനക സമയം. മധ്യത്തിലൂടെ കടന്നുപോകുന്ന രേഖാംശ രേഖയെ മാനക രേഖാംശയായി പരിഗണിക്കുന്നു. മാനക രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ആ രാജ്യത്തിൻ്റെ മാനക സമയം. സ്റ്റാൻഡേർഡ് ടൈം. രേഖാംശ വ്യാപ്തി കൂടിയ വലിയ രാജ്യങ്ങളിൽ ഒന്നിലേറെ മാനക രേഖാംശങ്ങൾ അടിസ്ഥാനമാക്കി സമയനിർണ്ണയം നടത്തേണ്ടി വരുന്നു. എന്തുകൊണ്ട്? രേഖാംശ വ്യാപ്തിയിൽ 1 മണിക്കൂർ സമയവ്യത്യാസം രേഖപ്പെടുത്തുന്നു. 15 ഡിഗ്രി രേഖാംശ വ്യാപ്തിയെ ഒരു സമയമേഖലയായി കണക്കാക്കുന്നു. ഒന്നിലേറെ സമയമേഖലകളിലായി വ്യാപിച്ചു കിടക്കുന്ന രാജ്യങ്ങളുണ്ട്. ഉദാഹരണം റഷ്യ, അമേരിക്ക, ചൈന, കാനഡ, ഓസ്ട്രേലിയ. അതിനാൽ ഇത്തരം രാജ്യങ്ങളിൽ ഒന്നിലേറെ മാനക രേഖാംശങ്ങളെ സമയനിർണ്ണയത്തിനായി പരിഗണിച്ചിരിക്കും. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. പൂർവ്വരേഖാംശം 68 ഡിഗ്രി മുതൽ 97 ഡിഗ്രി വരെയാണ് ഇന്ത്യയുടെ രേഖാംശീയ വ്യാപ്തി. ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത് ഇതിൻ്റെ മധ്യത്തിലുള്ള 82.5 ഡിഗ്രിയാണ്. ഇന്ത്യയുടെ മാനക രേഖാംശമായി കണക്കാക്കുന്നത് ഇതിൻ്റെ മധ്യത്തിലുള്ള 82.5 ഡിഗ്രിയാണ്. ഈ രേഖാംശത്തിലെ പ്രാദേശിക സമയമാണ് ഇന്ത്യയുടെ പൊതുവായ സമയമായി അംഗീകരിച്ചിട്ടുള്ളത്. ഇതിനെ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം എന്ന് പറയുന്നു. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ. ഗ്രീനിച്ച് രേഖയിൽ നിന്നും കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ 180 ഡിഗ്രി രേഖാംശം വരെ ഓരോ 15 ഡിഗ്രിയിലും സമയം കണക്കാക്കി പട്ടിക പൂർത്തിയാക്കും. ഗ്രീനിച്ചിൽ നിന്ന് പടിഞ്ഞാറോട്ടാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഓരോ മണിക്കൂറും കുറഞ്ഞു വരുന്നു. ഗ്രീനിച്ചിൽ നിന്ന് കിഴക്കോട്ടാണെങ്കിൽ ഓരോ മണിക്കൂറും എന്ത് ചെയ്തു? 15 ഡിഗ്രി വ്യത്യാസം വരുമ്പോൾ ഓരോ മണിക്കൂറും കൂടി വരുന്നു. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും 180 ഡിഗ്രി രേഖാംശത്തിലെത്തിയപ്പോൾ 24 മണിക്കൂറിൽ സമയവ്യത്യാസം കാണാൻ കഴിഞ്ഞു. പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ കലണ്ടറിൽ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്നവർ ഒരു ദിവസം കുറച്ചും സമയം കണക്കാക്കുന്നു. ഈ സാങ്കല്പിക രേഖ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നു. പടിഞ്ഞാറോട്ട് പോകുന്ന സഞ്ചാരികൾ കലണ്ടറിൽ ഒരു ദിവസം കൂട്ടിയും കിഴക്കോട്ട് പോകുന്നവർ ഒരു ദിവസം കുറച്ചും സമയം കണക്കാക്കുന്നു. ഈ സാങ്കല്പിക രേഖ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്ന് അറിയപ്പെടുന്നു. ഗ്ലോബിൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കുക. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ കിഴക്കും പടിഞ്ഞാറും സ്ഥിതി ചെയ്യുന്ന വൻകരകൾ ഏതൊക്കെയെന്ന് കണ്ടെത്തൂ. ഇതിൽ അന്താരാഷ്ട്ര ദിനാങ്ക രേഖ കടന്ന് ഏത് വൻകരയിലേക്ക് പോകുന്നവർക്കാണ് ഒരു ദിവസത്തിൻ്റെ ലാഭം ഉണ്ടാകുന്നത്. അന്താരാഷ്ട്ര ദിനാങ്ക രേഖയുടെ പടിഞ്ഞാറ് ഏഷ്യ, ഓസ്ട്രേലിയ എന്നീ വൻകരകളും കിഴക്ക് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും സ്ഥിതി ചെയ്യുന്നു. അന്താരാഷ്ട്ര ദിനാങ്ക രേഖ മുറിച്ച് കടന്ന് വടക്കേ അമേരിക്കയിലോ തെക്കേ അമേരിക്കയിലോ പോകുന്നവർക്ക് ഒരു ദിവസത്തിൻ്റെ ലാഭം ഉണ്ടാകുന്നു. സമയം കണക്കാക്കാം. ഗ്രീനിച്ച് സമയം ഉച്ചയ്ക്ക് 12 മണിയായിരിക്കുമ്പോൾ ഇന്ത്യയിലെ സമയം എത്രയായിരിക്കും? ഗ്രീനിച്ച്, ഇന്ത്യ എന്നീ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള രേഖാംശ വ്യത്യാസം 82.5 ഡിഗ്രി ആണ്. ഇതിൽ 15 ഡിഗ്രി രേഖാംശ വ്യത്യാസം 1 മണിക്കൂറാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് 82.5 ഡിഗ്രിക്ക് 5 മണിക്കൂർ 30 മിനിറ്റ് സമയമെടുക്കുമെന്ന് കണക്കാക്കാം. അതുപോലെ ഗ്രീനിച്ചിൻ്റെ കിഴക്കായി ഇന്ത്യ സ്ഥിതി ചെയ്യുന്നതിനാൽ ഗ്രീനിച്ചിലെ സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റ് കൂടുതലായിരിക്കും.
ഉദാഹരണം 2 നോക്കാം. ഇന്ത്യയിൽ തിങ്കളാഴ്ച രാത്രി 11 മണിയായിരിക്കുമ്പോൾ ജപ്പാനിലെ സമയം എത്രയായിരിക്കും? ഇന്ത്യയിൽ നിന്നും ജപ്പാൻ വരെ രേഖാംശ വ്യാപ്തി 135 - 82.5 അതായത് 52.5 ആയിരിക്കും. അതായത് 52.5 ഡിഗ്രിയാണ് രേഖാംശ വ്യാപ്തി. 1 ഡിഗ്രി രേഖാംശത്തിന് സമയവ്യത്യാസം 4 മിനിറ്റാണ്. അങ്ങനെയെങ്കിൽ 52.5 × 4 240 മിനിറ്റ്, അതായത് 3 മണിക്കൂർ 30 മിനിറ്റ് ഉണ്ടാകും. ജപ്പാൻ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്നും 52 ഡിഗ്രി കിഴക്കായതിനാൽ ഇന്ത്യയുടെ സമയത്തേക്കാൾ 3 മണിക്കൂർ 30 മിനിറ്റ് മുന്നിലായിരിക്കും ജപ്പാൻ്റെ സമയം. തിങ്കളാഴ്ച രാവിലെ 2:30 ആയിരിക്കും സമയം. വിലയിരുത്താം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഋതുഭേദങ്ങൾക്ക് കാരണമാകാത്ത ഘടകം തിരഞ്ഞെടുത്തെഴുതുക. ഭൂമിയുടെ പരിക്രമണം, അച്ചുതണ്ടിൻ്റെ ചരിവ്, അച്ചുതണ്ടിൻ്റെ സമാന്തരത ഇവയെല്ലാം ഋതുഭേദങ്ങൾക്ക് കാരണമാകുന്നതാണ്. ഋതുഭേദങ്ങൾക്ക് കാരണമാകാത്തത് ഭൂമിയുടെ ഭ്രമണം. 2. സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്നത് ഉത്തരായന രേഖയ്ക്കും ദക്ഷിണായന രേഖയ്ക്കും ഇടയിലാണ്. എന്തുകൊണ്ട്? ഭൂമിയുടെ അച്ചുതണ്ടിന് 23.5 ഡിഗ്രി ചരിവുണ്ട്. അതിനാൽ ഭൂമിയുടെ പരിക്രമണ വേളയിൽ സൂര്യപ്രകാശം വടക്കോട്ട് ഉത്തരായന രേഖ വരെയും തെക്കോട്ട് ദക്ഷിണായന രേഖ വരെയും ലംബമായി പതിക്കുന്നു. 3. മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23, ഡിസംബർ 22 എന്നീ ദിവസങ്ങളുടെ പ്രാധാന്യം വിശദമാക്കുക. മാർച്ച് 21 സൂര്യരശ്മി മധ്യരേഖയിൽ ലംബമായി പതിക്കുന്നു. ഭൂമിയിൽ എല്ലായിടത്തും 12 മണിക്കൂർ പകലും 12 മണിക്കൂർ രാത്രിയും തുല്യമായി അനുഭവപ്പെടുന്നു. സമരാത്ര ദിനങ്ങളായി അനുഭവപ്പെടുന്നു. ജൂൺ 21 സൂര്യരശ്മി ഉത്തരായന രേഖയിൽ ലംബമായി പതിക്കുന്നു. ഉത്തരാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ പകലും ദക്ഷിണാർദ്ധഗോളത്തിൽ ദൈർഘ്യമേറിയ രാത്രിയും അനുഭവപ്പെടുന്നു. ജൂൺ 21 എന്ന് പറയുന്നത് ഗ്രീഷ്മ അയനാന്ത ദിനമാണ്. സെപ്റ്റംബർ 23 സൂര്യപ്രകാശം മധ്യരേഖയിൽ ലംബമായി പതിക്കുന്നു. ഭൂമിയിൽ എല്ലായിടത്തും തുല്യമായ പകലും രാത്രിയും അനുഭവപ്പെടുന്നു. സെപ്റ്റംബർ 23 സമരാത്ര ദിനം എന്ന് വിളിക്കുന്നു. ഡിസംബർ 22 ദക്ഷിണായന രേഖയിൽ സൂര്യപ്രകാശം ലംബമായി പതിക്കുന്നു. ദൈർഘ്യമേറിയ പകൽ ദക്ഷിണാർദ്ധഗോളത്തിലും ദൈർഘ്യമേറിയ രാത്രി ഉത്തരാർദ്ധഗോളത്തിലും അനുഭവപ്പെടുന്നു. മാർച്ച് 21 സമരാത്ര ദിനമെന്നറിയപ്പെടുന്നു. ജൂൺ 21 ഗ്രീഷ്മ അയനാന്ത ദിനമെന്നറിയപ്പെടുന്നു. സെപ്റ്റംബർ 23 സമരാത്ര ദിനമെന്നറിയപ്പെടുന്നു. ഡിസംബർ 22 ശൈത്യ അയനാന്ത ദിനമെന്ന് അറിയപ്പെടുന്നു. അടുത്ത ചോദ്യം. കിഴക്കോട്ട് സമയക്കൂടുതലും പടിഞ്ഞാറോട്ട് സമയക്കുറവും രേഖപ്പെടുത്തുന്നത് എന്തുകൊണ്ട്? ഭൂമിയുടെ ഭ്രമണം പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടാണ്. അതിനാൽ സൂര്യോദയത്തെ ആദ്യം നിരീക്ഷിക്കപ്പെടുന്നത് കിഴക്ക് ഭാഗത്താണ്, സൂര്യാസ്തമനം പടിഞ്ഞാറും. ഈ തത്വത്തെ അടിസ്ഥാനമാക്കുമ്പോഴാണ് കിഴക്ക് സമയക്കൂടുതലും പടിഞ്ഞാറോട്ട് സമയക്കുറവും രേഖപ്പെടുത്തുന്നത്. തുടർ പ്രവർത്തനങ്ങളും ചെയ്യുക. വീഡിയോകൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്